ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാദിഖ് ആൻസറിങ്. നമ്മൾ ക്ലാസ് 7 ഏഴാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പദാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലൂടെ ആൻസറും നമ്മളിവിടെ വിശദീകരിക്കുന്നതാണ്. പിന്നെ കുറിപ്പ് അങ്ങനെയുള്ള താരതമ്യക്കുറിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ വിശകലനം ചെയ്യുന്നില്ല. അത് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റിന് നമുക്കിവിടെ തന്നിട്ടുണ്ട് പ്രവർത്തനം 1 വായിക്കാം എഴുതാമാണ്. വാക്കിൻ്റെ പോക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സന്ദേശം, ഒരു കഥയിൻ്റെ ഒരു ഭാഗമാണ്. ഡോക്ടർ സാബു കോട്ടുക്കൽ എഴുതിയ ഒരു കുഞ്ഞു കഥയാണല്ലേ. അപ്പം എല്ലാവരും ഇതൊന്ന് വായിക്കുന്നില്ല. അപ്പം എൻ്റെ താഴെ 2 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രിയം, പദമാർ, നല്ലത് പറയുന്നവർ, വശ്യം, ആകർഷണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഒരു കാര്യം അർത്ഥബോധത്തോടെ ഗ്രഹിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഓക്കെ, പ്രാകൃതത്തിൽ മനസ്സിലാക്കുമ്പോൾ, വാക്കുകളെ അറിയുമ്പോൾ, അർത്ഥം അറിയുമ്പോൾ, ആഴത്തിൽ ചിന്തിക്കുമ്പോൾ. ഏതാണ്? പ്രാകൃതത്തിൽ മനസ്സിലാക്കുമ്പോൾ. അടുത്ത രണ്ടാമത്തേത്, ഭാഷാപ്രയോഗത്തിൽ വിജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അറിവ് നേടണം, ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം, രസകരമായ ഭാഷ പ്രയോഗിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഏതാണ്? സെക്കൻഡാണല്ലേ. ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുക്കണം. അടുത്ത, ഭാഷയും വ്യക്തിത്വവും മോശമാകുന്ന സാഹചര്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വലിയ വാക്കുകൾ ചേർത്ത് വാക്യം നിർമ്മിക്കുമ്പോൾ, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോൾ, ഭാഷ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, തുടർച്ചയായി എഴുതുമ്പോൾ. ഏതാണ്? രണ്ടാമത്തെ, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷ പ്രയോഗിക്കുമ്പോൾ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, അതിശയിപ്പിക്കുന്ന ഭാഷാവസ്തുവായി പരിഗണിക്കാൻ കഴിയുന്നത്? നല്ല വാക്കുകൾ ചേരുന്ന വാക്യം, നല്ല വാക്കുകൾ തരുന്ന അർത്ഥം, വാക്യവും അർത്ഥവും വാക്യങ്ങളുടെ കൂട്ടം. ഏതാണ്? ആദ്യത്തെ എ ആണ് അല്ലേ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യത്തെ പ്രിയങ്കരനാക്കാൻ നല്ല കൂട്ടുകാരനെ പോലെ സഹായിക്കുന്ന ഘടകം ഏതാണ്? അപ്പോൾ ഫസ്റ്റത്തെ ആൻസറാണ്. അടുത്ത പ്രവർത്തനം 2, അനുഭവക്കുറിപ്പ് എഴുതാനാണ്. നിങ്ങളെ പഠിപ്പിച്ച പോലെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതാ, അമ്മ എവിടെ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് അമ്മയില്ല എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചു. ഞാനിലേക്ക് ടീച്ചർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. വാക്കുകൾ ഇതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലേ? ഒരു അനുഭവം കുറിപ്പായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ എഴുതുക. പിന്നെ അടുത്ത പ്രവർത്തനം 3, തത്സമയ വിവരണം തയ്യാറാക്കലാണ്. സ്കൂൾ കലോത്സവം താളമേളത്തോടെ വിദ്യാലയത്തിൽ പുരോഗമിക്കുകയാണ്. കലാപരിപാടികളുടെയും കുട്ടികളുടെ പങ്കാളിത്തത്തിൻ്റെയും ആവശ്യം ചോർന്നു പോകാതെ കലോത്സവത്തിൻ്റെ തത്സമയ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നിങ്ങളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ലാസ്റ്റ് എങ്ങനെ വരണം, ആദ്യം എങ്ങനെ വരണം, അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ഒരു തത്സമയ വിവരണം തയ്യാറാക്കുക, ലൈവായിട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രവർത്തനം 4, വിശകലനക്കുറിപ്പ്. പ്രകൃതി ഒരു ചിത്രശാലയാണ്. നാനാവർണ്ണങ്ങൾ ചാലിച്ച് ചേർത്ത് സർവ്വജീവിതങ്ങൾ ഓക്കെ. അപ്പോൾ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ പഠിപ്പിച്ച പോലെ എഴുതുക. പിന്നെ ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രശലഭങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ബി ക്വസ്റ്റ്യനായ ചിത്രശലഭങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് എഴുതിയത്? എസ് ജോസഫ്, ചങ്ങമ്പുഴ, സുഗതകുമാരി, വള്ളത്തോൾ. ആരാണ് എഴുതിയത്? എസ് ജോസഫ് ആണല്ലേ. യെസ്. അടുത്തത് പ്രവർത്തനം 5, ഇമെയിൽ സന്ദേശമാണ്. ARMലെ അങ്ങാനക്കുള്ളിൽ നിന്ന് പാട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് പാടിയത് വൈക്കം വിജയലക്ഷ്മിയാണ്. അപ്പം വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു ഇമെയിൽ സന്ദേശം അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ബോക്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ടു, ഫ്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കണം. പിന്നെ വിഷയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ബോക്സിലാക്കി എഴുതുക. എന്നാൽ തന്നെ നമുക്കൊരു മാർക്ക് സിമ്പിളായി കിട്ടും. അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വൻകടൽ പോലെ പരന്നിത് വമ്പട. ഇവിടെ പറയുന്ന വമ്പട ഏതാണ്? പാണ്ഡവ സൈന്യം, കൗരവ സൈന്യം, കാലാൾപ്പട, വെള്ളക്കുതിര. പലവരും കാലാൾപ്പടയായിരിക്കും എഴുതിയിട്ടുണ്ടാകും, പക്ഷേ പാണ്ഡവ സൈന്യമാണ് ശരി ഉത്തരം. അടുത്ത പ്രവർത്തനം 6, കുറിപ്പ് തയ്യാറാക്കലാണ്. കുട്ടികൾ ഞങ്ങൾ കുന്നിൽ ചെന്നാൽ കുന്നിൽ നിറയെ പൂവിരിയും, കുയിലുകൾ പാടും, മയിലുകളാടും, കുന്നേരം ജയനാരായണൻ തൃക്കാക്കര എഴുതിയതാണ്. വരികൾ വായിച്ചില്ല. ആസ്വാദന ഒരു കാഴ്ച കുറിപ്പായി എഴുതുക. നിങ്ങൾ ആസ്വദിച്ച ഒരു കാഴ്ച കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും നിങ്ങളെ പഠിപ്പിച്ച പോലെ എഴുതുക. പിന്നെ ബി ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഉത്തരം മലയാള കവിതയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ.